ചെമ്മനിപ്പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂക്കട പോയത് കാരണം വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ രേവതി. ഇതറിഞ്ഞ് സച്ചിയും വളരെ വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആർക്കാ ഇത്ര ധൈര്യം? എൻ്റെ ഭാര്യയുടെ പൂക്കടയാണെന്ന് അറിയാത്ത ആൾക്കാരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ തോന്നിയ പോലെ കട വെക്കാനൊന്നും പറ്റില്ല. റോഡ് സൈഡിൽ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ കട വെച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കും. അന്നേരം സച്ചി ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കി പറയുന്നുണ്ട്, ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയട്ടെ, അപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് രേവതി വളരെ സങ്കടത്തോടെ സച്ചിയോട് പറയുന്നുണ്ട്, എല്ലാം പെട്ടെന്ന് അവസാനിച്ചതുപോലെ ആയില്ലേ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അന്നേരം സച്ചി രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. തളർത്തിയിരുത്താൻ നോക്കുന്നവർക്ക് എന്താ കൊടുക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ രേവതിയും ശ്രുതിയും അങ്ങനെ പുച്ഛഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചിരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് ഒരു പ്ലേറ്റിൽ ഭക്ഷണവും എടുത്ത് സച്ചി അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സച്ചി ഭക്ഷണമൊക്കെ രേവതിക്ക് വാരി കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് രേവതിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇതിനേക്കാൾ നല്ലത് വരാനുണ്ട്. ഇതോടെ പ്രൊമോ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. Thanks for watching.